ബുദ്ധിയുള്ള കോഴിയും തന്ത്രശാലിയായ കുറുക്കനും. മനോഹരമായ ഒരു ചെറിയ ഫാമിൽ ഹെന്നി എന്ന പേരുള്ള ധീരയും ബുദ്ധിമതിയുമായ ഒരു പിടക്കോഴി താമസിച്ചിരുന്നു. അവൾക്ക് 3 ഓമനത്തമുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എപ്പോഴും ഒരുമിച്ച് നിൽക്കണം. അപരിചിതരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഫാമിനടുത്തുള്ള കാട്ടിൽ ഫെക്സോ എന്നു പേരുള്ള ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം ഞാൻ ആ കോഴിയെയും കുഞ്ഞുങ്ങളെയും എന്റെ ഭക്ഷണമാക്കും. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കർഷകൻ മൃഗങ്ങളെ തനിച്ചാക്കി നഗരത്തിലേക്ക് പോയി. മക്കളെ, പേടിക്കണ്ട, എന്റെ കൂടെ നിൽക്കുക. ആഹാ, ഇന്ന് എന്റെ ദിവസമാണ്. അവൻ വള്ളികളും ഇലകളും ഉപയോഗിച്ച് വേഗത്തിൽ ഒരു ദൂതൻ പക്ഷിയെ പോലെ വേഷം മാറി ഫാമിന്റെ പുറത്തെത്തി. ഹലോ ഹെന്നി, ഞാനൊരു നല്ല വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ സൗജന്യമായി ധാന്യങ്ങൾ ലഭിക്കും. ഹെന്നി അവന്റെ വാലും നിഴലും ശബ്ദവും ശ്രദ്ധിച്ചു. ഇതൊരു ദൂതനല്ല, ഇത് ആ കുറുക്കനാണ്. സുഹൃത്തുക്കളെ, കുറുക്കൻ നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവർ എല്ലാവരും ഫെക്സോയെ നിരീക്ഷിച്ചു. ഹഹാ, ഉടനെ തന്നെ ഞാൻ എല്ലാവരെയും പിടിക്കും. പെട്ടെന്ന് ഫാമിന്റെ വാതിൽ തുറന്ന് നായ കുരച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി. അവന് പിന്നാലെ പൂവൻ കോഴി, ആട്, കോഴി എന്നിവയെല്ലാം പാഞ്ഞെടുത്തു. ഫെക്സോ ഭയന്ന് വിറച്ചു. അവൻ ജീവനം കൊണ്ട് ഓടി. അതിനിടയിൽ ഫെക്സോ ഒരു ചെറിയ കുഴിയിൽ വീണു. അവൻ കരയാൻ തുടങ്ങി. മൃഗങ്ങൾ അവനെ രക്ഷിച്ചു. ഹെന്നി അവന്റെ അടുത്തേക്ക് വന്നു. ചിരിക്കുകയോ കളിയാക്കുകയോ ചെയ്തില്ല. നിന്റെ തന്ത്രങ്ങൾ മറ്റുള്ളവരെ മാത്രമല്ല, നിന്നെയും വേദനിപ്പിക്കും. ദയയില്ലാത്ത ബുദ്ധി അപകടമാണ്. ഫെക്സോ തന്റെ തെറ്റു മനസ്സിലാക്കി മാപ്പ് പറഞ്ഞു. താൻ ഒരിക്കലും ഫാമിലെ മൃഗങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പു നൽകിയ ശേഷം അവൻ പതിയെ കാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഹെന്നിയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ഏറെ നാൾ അവിടെ ജീവിച്ചു. ഗുണപാഠം: ബുദ്ധിപരമായ ചിന്ത നമ്മെ സുരക്ഷിതരാക്കുന്നു. ദയ മനസ്സുകളെ മാറ്റുന്നു. സത്യസന്ധത എപ്പോഴും വിജയിക്കും. ഹെന്നിയുടെയും ഫെക്സോയുടെയും കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.